ചക്ക ഫാൻസൊക്കെ ഇവിടെ കമോൺ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത ചക്കയാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് പച്ചച്ചക്ക ഇഷ്ടമാണ്, അത് വേവിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് പഴുത്ത ചക്കയോട് പ്രത്യേക ഒരു പ്രേമമാണ് ഗൈസ്. അങ്ങനെ പഴുത്ത ചക്കക്കുതിയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മുടെ വീടിനടുത്തുള്ള മാലതി അമ്മായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ്. നല്ല പാകത്തിനൊത്ത കുഞ്ഞിച്ചക്ക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വഴിക്ക് ഞാനും ചേച്ചിയും കൂടെ പറഞ്ഞു പഴുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ അമ്മയും പറഞ്ഞു എന്നാൽ ശരി പഴുപ്പിച്ചിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഏകദേശം ചക്ക ഒന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ ചക്കവെട്ടൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം കേട്ടോ ചക്ക വെട്ടുന്നതും മുറിക്കുന്നതും അടത്തിപ്പറക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം മടിയൊക്കെ താനെ അങ്ങോട്ട് പോകും കേട്ടോ. ഇപ്പോൾ മടിയും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതൊക്കെ കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടവും കൊതിയും ആഗ്രഹമൊക്കെ ആട്ടോ. അങ്ങനെ നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്, നല്ല പാകത്തിന് വിളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ എല്ലാം സെറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെയും പ്ലാവിൽ നിറച്ച് ചക്ക ആയിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് വിളഞ്ഞു വരണില്ല. മഴ ഉള്ളതുകൊണ്ട് വെള്ളം പിടിക്കാവോ ഒന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞി കുഞ്ഞി ചക്കകളാണ്, നല്ല മധുരമായിരുന്നു കേട്ടോ ഈ ചക്കയ്ക്ക്. കുഞ്ഞി ചക്കക്കുരു ആട്ടോ ഇതിലുള്ളത്. അപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ നല്ല എളുപ്പമാണ് അത് നന്നാക്കാനും കേട്ടോ. അപ്പോൾ ദേ ഞാനും ചേച്ചിയും കൂടെ ചക്കയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം ചക്ക ഉണ്ടാകുന്ന ടൈമാണോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പൊതുവേ ഒരു തണുപ്പ് കാലത്തൊക്കെ അല്ലേ ചക്ക വിരിയുക, ചക്ക ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ തിന്നുക മാത്രമല്ല നമ്മുടെ പണി, ഇതൊക്കെ ഉണ്ടാവണതും അല്ലെങ്കിൽ ഏത് സീസണാണെന്നൊന്നും അങ്ങനെ നമ്മൾ വിചാരിച്ച് പുറകെ പോയിട്ടില്ലല്ലോ. പക്ഷേ ഈ ചക്ക അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു. ഒത്തിരി പഴുത്തിട്ടില്ല. ഇത് വരിക്കച്ചക്കയാണ്, കൂഴച്ചക്കയല്ല കേട്ടോ. ഇവിടെ എന്തുട്ടാ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വരിക്ക, കൂഴ അങ്ങനെയൊക്കെ പറയും കേട്ടോ. നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് അടത്തി സെറ്റാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഓമു എഴുന്നേറ്റു. പിന്നെ ഞാൻ അവളെ ഉറക്കാനായിട്ട് പോയി. ഞാൻ വന്നപ്പോഴത്തേക്കും ചേച്ചി എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉണ്ണിയോൾക്ക് അതിനകത്തുനിന്ന് ചക്കക്കുരുവൊക്കെ അടർത്തി മാറ്റി വെക്കുകയാണ്, സെറ്റാക്കി എടുത്ത് ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അവർ അംഗനവാടിയിൽ നിന്ന് വരുമ്പോൾ കഴിക്കാമല്ലോ. രണ്ടുപേർക്കും നല്ല ഇഷ്ടം. എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ പഴുത്ത ചക്ക, ഈ ഒരു ചക്ക കുറച്ചുകൂടെ കൂഴച്ചക്ക ടൈപ്പില്ലേ അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കുമ്പിളപ്പം ഉണ്ടാക്കും കേട്ടോ. ഇവിടെ അങ്ങനത്തെ അപ്പം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ കുമ്പിളപ്പം എന്ന് പറയും, വഷ്ണയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണതാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.